നാളത്തെ വിഷുവിനുള്ള ഒരുക്കങ്ങളാണ് കണ്ടോ. നമ്മുടെ പച്ചക്കറി നാളെ കറി വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ ആദ്യം കിട്ടിയത് എനിക്കിതാ പച്ചച്ചീര. ഒരു പച്ചച്ചീരയുടെ ഹൈറ്റ് നോക്കി ഉണ്ടോ ഉണ്ടോ എത്ര നീളം നോക്കിയാൽ പച്ചച്ചീരയുടെ ഇതാ നോക്കി ഉണ്ടോ ഉണ്ടോ. ഇത്രയും വലിയൊരു ചീര കിട്ടി എനിക്ക് നാളത്തേക്ക് വിഷുവിന് വയ്ക്കാൻ. ഇതാ ഇനിയുണ്ട് കേട്ടോ. ഇതാ അല്ലാതെ ഇനിയുണ്ട്. ഇതാ 2 പേർക്ക് വയ്ക്കാനുള്ളതുണ്ട്. ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടെ. ഇതാ നമുക്ക് നാളത്തേക്കുള്ള വിഷുവിന് വയ്ക്കാനുള്ള ചക്കക്കളയും കിട്ടി. നമ്മുടെ പ്ലാവിനെല്ലാം എടുത്തു. ഇതാ ചെറിയ കള നിൽക്കുകയായിരുന്നു. ഇതാ കണി വയ്ക്കാനുള്ള പേരയ്ക്ക കിട്ടി. അടുത്തതാ അടുത്ത് കണി വയ്ക്കാനുള്ളത് കിട്ടി. കണ്ടോ ഇങ്ങനെ ഓരോന്നും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് കണി വെച്ചാൽ പോരെ. കണ്ടോ ഇതൊക്കെ മതിയല്ലേ നമുക്ക്. അതല്ലേ സന്തോഷം നമ്മളെ വീട്ടിലുള്ളത് എടുത്ത് വയ്ക്കുമ്പോൾ. ഉണ്ടോ നമ്മുടെ വീട്ടിലുള്ള ഇതൊക്കെ പോരെ നമുക്ക് കണി വയ്ക്കാനായിട്ട്. പയറ് ആവുന്നേ ഉള്ളൂ. എന്താ 1-2 വഴുതനയുണ്ട്. ഉണ്ടോ ഞാൻ കടയിൽ നിന്നൊന്നും ഒന്നും മേടിച്ചില്ല കേട്ടോ. നമ്മുടെ വിഷുവിന് നമ്മുടെ വീട്ടിലുള്ള ഉള്ളത് എടുത്ത് വയ്ക്കാമെന്നോർത്ത് വേറെ ഒന്നും മേടിച്ചിട്ടില്ല ഈ പ്രാവശ്യം. അതുകൊണ്ട് ഇതൊക്കെ തന്നെ മതി. അതല്ലേ നമുക്ക് സന്തോഷം. നമ്മുടെ ഭഗവാന് നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് വേറെ ഒന്നുമില്ല, പേരയ്ക്ക മാത്രമുണ്ട്. അതൊക്കെ മതി. അതാണ് നമ്മുടെ സന്തോഷം. വേണ്ട പൂക്കൾ ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ഇന്നലെ ആണെങ്കിൽ നമ്മുടെ പിച്ചിപ്പൂ കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ചേ ഉള്ളൂ. അപ്പം പൂക്കളും നമ്മുടെ വീട്ടിലുള്ള പൂക്കളും മതി. വേറെ പുറത്തുനിന്നൊന്നും മേടിച്ചില്ല. എല്ലാവർക്കും നമ്മുടെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ.